വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പ്ലാച്ചേരിയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രേരണാകുറ്റത്തിന് ഭാര്യയും ഭാര്യാമാതാവും പുനലൂർ പോലീസിന്റെ പിടിയിൽ. പുനലൂർ നഗരസഭയുടെ 7 നില ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് കക്കൂസ് മാലിന്യം പൊട്ടിയൊലിച്ചിട്ടും നഗരസഭ നടപടിയെടുത്തില്ലെന്ന് ആരോപിച്ച് തുടർച്ചയായ 2ാം ദിവസവും സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രക്ഷോഭം നടത്തി. പത്തനാപുരത്തും കോന്നിയിലും കയർ വകുപ്പിന്റെ പുതിയ ഷോറൂം അനുവദിക്കുമെന്ന മന്ത്രി അടൂർ പ്രകാശ്. കയർ ഉത്പന്നങ്ങളുടെ ഓണം വിപണനമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനാപുരത്ത് നടന്നു. പത്തനാപുരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന. ക്രമക്കേട് നടത്തിയ 8 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തു. പ്ലാച്ചേരിയിൽ കഴിഞ്ഞ ദിവസം യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രേരണാകുറ്റത്തിന് ഭാര്യയെയും ഭാര്യാമാതാവിനെയും പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭർത്താവ് ആത്മഹത്യ ചെയ്തതോടെ ഒളിവിൽ പോയ ഇവരെ പുനലൂർ KSRTC സ്റ്റാൻഡിൽ നിന്നാണ് പിടികൂടിയത്. പ്ലാച്ചേരി കൃഷ്ണവിലാസത്തിൽ സന്തോഷ് എന്ന 45-കാരൻ ഞായറാഴ്ചയാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. ഇയാളുടെ ഭാര്യ അനുവിന്റെ മാതാവ് രത്നവല്ലി എന്നിവരെയാണ് പുനലൂർ SI TS ശിവപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. സന്തോഷ് ആത്മഹത്യ ചെയ്തത് ഭാര്യയുടെ പീഡനം മൂലമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിഷം കഴിച്ച സന്തോഷിന്റെ മാലയും ഊരിയെടുത്ത് മുങ്ങിയ അനുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മൃതദേഹം സംസ്കരിക്കാൻ വിട്ടുകൊടുക്കാതെ തടഞ്ഞുവച്ചിരുന്നു. അനുവിനെ അറസ്റ്റ് ചെയ്യാമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് മൃതദേഹം നാട്ടുകാർ വിട്ടു നൽകിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്ലാച്ചേരിയിലുള്ള അനു എന്ന് പറയുന്നൊരു സ്ത്രീയുമായി വിവാഹം കഴിക്കുകയും വിവാഹശേഷം ഇവരിങ്ങനെ ദാമ്പത്യ ജീവിതം നടന്നു വരികയും ഇവനെന്തോ ഈ സന്തോഷം എന്ന് പറയുന്ന ആൾക്കെന്തോ പ്രത്യേകമായ അസുഖം ബാധിക്കുകയും തുടർന്ന് അസുഖം ബാധിച്ചു കഴിഞ്ഞ് ഇയാളെ വീട്ടുകാർ എൻ്റെ ഭാര്യയും അമ്മയും എല്ലാവരും തള്ളിപ്പറയുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നിരവധി പരാതികൾ കിട്ടുകയും ആ പരാതി അടിസ്ഥാനത്തിൽ അവനെ താൽക്കാലികമായി കിടക്കുന്നതിനുള്ളൊരു സ്ഥലം കൊടുക്കുവാൻ ഈ ഒരു ധാരണ പോലീസ് സ്റ്റേഷനിൽ പറയുക. എന്നാലും എൻ്റെ ഭാര്യയും അമ്മയും അത് ചെയ്യാൻ തയ്യാറാവുകയും തുടർന്ന് അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞ് പോയി 30/8/2014 ഈ സന്തോഷ് ഏതോ തരത്തിലുള്ള വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും തുടർന്ന് 2/8/14 ഗൗരവം പിടിക്കുകയുള്ളതിന് മറ്റ് വെച്ച് ഇയാൾ മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് ഈ സംഭവം നാട്ടിലൊരു ചർച്ചാ വിഷയമാവുകയും സ്ത്രീ പുരുഷനോടുള്ള ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം കാര്യങ്ങൾ അവൻ്റെ അപകടാവസ്ഥയിലും മറ്റും അവനെ സംരക്ഷിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് അവിടുത്തെ സ്ത്രീ ശക്തിയും വിവിധ തരത്തിലുള്ള സ്ത്രീ സംഘടനകളെല്ലാം അവിടെ ചേർന്ന് റോഡിലൊരു ഉപരോധം സൃഷ്ടിക്കുകയും ഈ ബോഡി അവിടെ വെച്ചിട്ട് ഇവർക്കെതിരെ ആക്ഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് ഞങ്ങൾ പോലീസ് പാർട്ടിയുടെ സ്ഥലത്തിലെയും ഇവർ കുറ്റക്കാരാണെന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണത്തിൽ കുറ്റം തിരഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്ത് ഓടി മാറുകയും ചെയ്തു. തുടർന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇവർ ചെയ്തത് ഈ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കുകയും തുടർന്ന് ഇന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് 9 മണിയോടുകൂടി ഞാനും എൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് പാർട്ടിയും ഇതിലെ പ്രതികളായ അനു എന്ന് പറയുന്ന സന്തോഷിൻ്റെ ഭാര്യയാണ്, രത്നവല്ലി ഈ അനുവിൻ്റെ അമ്മയാണ്. ഇവർ രണ്ടുപേരുമാണ് ഇതിലെ അക്യൂസ്ഡ് പ്രതികളായിട്ട് പറയുന്നവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും അവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയുടെ 7 നില കോംപ്ലക്സിൽ നിന്ന് കക്കൂസ് മാലിന്യം പൊട്ടിയൊലിച്ചിട്ട് നഗരസഭ നടപടിയെടുത്തില്ലെന്നാരോപിച്ച് തുടർച്ചയായി 2ാം ദിവസവും സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രക്ഷോഭം നടത്തി. അധികൃതർ ഷോപ്പിംഗ് കോംപ്ലക്സ് സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ഉദ്യോഗസ്ഥരെ തൊഴിലാളികൾ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പൂട്ടിയിട്ടു. പൈപ്പ് പൊട്ടി വിസർജ്യങ്ങൾ സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഒഴുകിയതിനെ തുടർന്ന് ഓട്ടോ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഗേറ്റ് അടച്ച് താഴിട്ട് പൂട്ടിയിരുന്നു. എന്നിട്ടും നഗരസഭാ അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാനോ തകരാർ പരിഹരിക്കാനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ വ്യാഴാഴ്ച ഷോപ്പിംഗ് കോംപ്ലക്സ് ഉപരോധിച്ചത്. രാവിലെ 9 മണിക്കാണ് ഉപരോധം ആരംഭിച്ചത്. ഇതിനിടെ സ്ഥലത്തെത്തിയ നഗരസഭാ ബിൽഡിംഗ് ഇൻസ്പെക്ടർ VK ജയരാജനെയും അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജു R പിള്ളയെയും സമരക്കാർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പൂട്ടിയിട്ടു. നഗരസഭാ അധികൃതർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ എത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇത്. ഇതിനിടെ സമരവാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ പ്രാദേശിക ചാനൽ ലേഖകനെ സമരക്കാർ തടഞ്ഞു. കഴിഞ്ഞ ദിവസം കക്കൂസ് മാലിന്യം പൊട്ടിയൊഴുകിയതിനെ തുടർന്ന് ഓട്ടോ തൊഴിലാളികൾ ഷോപ്പിംഗ് കോംപ്ലക്സ് താഴിട്ട് പൂട്ടിയ വാർത്ത ഈ പ്രാദേശിക ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നില്ല. എന്നാൽ വ്യാഴാഴ്ച നടന്ന തുടർ സമരം ചിത്രീകരിക്കാൻ ചാനൽ പ്രതിനിധി എത്തുകയും ചെയ്തു. നഗരസഭയുമായി ചാനൽ ലേഖകൻ ഒത്തുകളിച്ച് വാർത്ത ഒഴിവാക്കിയെന്നാരോപിച്ചാണ് ഓട്ടോ തൊഴിലാളികൾ ഇദ്ദേഹത്തെ തടഞ്ഞത്. വീട്ടിൽ
അതേസമയം സമരം തുടങ്ങി ഏറെ നേരമായിട്ടും നഗരസഭാ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആരോപിച്ച് സമരക്കാർ ഉദ്യോഗസ്ഥരെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പൂട്ടിയിട്ട ശേഷം നഗരസഭാ ഓഫീസിലേക്ക് കൂട്ടമായെത്തി. തുടർന്ന് സമരക്കാർ നഗരസഭാ ഓഫീസ് ഉപരോധിച്ചു. പ്രശ്നം രൂക്ഷമായതോടെ നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിൽ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചു. ചെയർപേഴ്സൺ മാലിന്യമൊഴുകുന്ന സ്ഥലത്തെത്തണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ഷോപ്പിംഗ് കോംപ്ലക്സിലെത്തി. പൊട്ടിയൊഴുകുന്ന ആ പൈപ്പ് അത് ഇളക്കിയിട്ട് അത് എവിടെയാണോ അതിന്റെ തകരാറ് അതിപ്പോൾ താൽക്കാലികമായിട്ട് പെട്ടെന്നൊന്ന് ശരിയാക്കിയിട്ട് ഉടനെ തന്നെ ഇതിന്റെ ഈ പരിസരമെല്ലാം ഞങ്ങൾ ഈ ഓടയൊക്കെ ഇളക്കി വൃത്തിയാക്കി അതുപോലെ ആ ബദാമിന്റെ മുട്ടിലുള്ള ആ ഹോളും എല്ലാം അടച്ച് ക്ലീൻ ആക്കാനും പിന്നെ ഇവിടെയുള്ള ആട്ടോ ഡ്രൈവേഴ്സ് അവർ ഇതിന്റെ പരിസരമൊക്കെ എന്താണെന്നൊരു വല്ലപ്പോഴും ഒക്കെ നോക്കുന്നത് നല്ലതാണ്. അവരതങ്ങനെ പറഞ്ഞെങ്കിലും അതൊരു തെറ്റായതല്ല, ആരോഗ്യ പ്രശ്നമാണ്. അതിൽ ഞങ്ങളും അവർക്കൊപ്പം തന്നെയാണ്. പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുക്കാമെന്ന് ചെയർപേഴ്സൺ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അക്ഷയ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ 65 ലക്ഷം കുന്നിക്കോട് ജംഗ്ഷനിൽ പെട്ടിക്കട നടത്തുന്ന കൊട്ടാരക്കര സ്വദേശിക്ക്. ഇഞ്ചക്കൽ സ്വദേശി വിശ്വനാഥനെയാണ് നറുക്കെടുപ്പിന് മണിക്കൂറുകൾ മുൻപെടുത്ത ലോട്ടറിയിലൂടെ ഭാഗ്യദേവത കടാക്ഷിച്ചത്. കൊട്ടാരക്കര ഇഞ്ചക്കൽ ETC ജംഗ്ഷനിലെ പനന്തുണ്ടിൽ വീട്ടിൽ 55-കാരനായ വിശ്വനാഥനെയാണ് ഭാഗ്യദേവത കടാക്ഷിച്ചത്. ബുധനാഴ്ച നറുക്കെടുത്ത അക്ഷയ ലോട്ടറിയുടെ AR 186301 എന്ന നമ്പറിനാണ് സമ്മാനം. ഇന്നലെ ഒരു കക്ഷി ഇവിടെ വന്ന് ഒരു ഭാഗ്യവര് 60 രൂപ വിറ്റോളൂ ആകെ, അതിൽ 30 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്തു. അപ്പം ഒരു വൈകിട്ട് 4 മണിയായപ്പോഴത്തേക്ക് ഇതുപോലെ റിസൾട്ട് വന്ന് നമുക്ക് പറഞ്ഞു. പെയിന്റിംഗ് ജോലിയെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കലശലായതോടെ 3 പെൺമക്കളുടെയും മരുമക്കളുടെയും നിർബന്ധത്തെ തുടർന്ന് 3 മാസം മുൻപാണ് വിശ്വനാഥൻ കുന്നിക്കോട് പെട്ടിക്കട നടത്തിപ്പ് ഏറ്റെടുത്തത്. പെയിന്റിങ്ങിന്റെ പണിയായിരുന്നു. അപ്പോൾ ശാരീരികമായിട്ട് ഇച്ചിരി കുഴപ്പമുള്ളതുകൊണ്ട് കുറെ ഒരു 4-5 മാസക്കാലമായിട്ട് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. കുന്നിക്കോട്ടുള്ള മൂത്ത മരുമകന്റെ മുത്തച്ഛൻ നടത്തിയിരുന്ന പെട്ടിക്കട നടത്തിപ്പ് ഏൽക്കുമ്പോൾ വിശ്വനാഥൻ കരുതിയില്ല മക്കളുടെ നിർബന്ധം തനിക്ക് ഭാഗ്യമായി തുണയ്ക്കുമെന്ന്. പെട്ടിക്കട നടത്തിപ്പിന് വിശ്വനാഥന് സഹായം ചെയ്തതും മക്കളും മരുമക്കളും ചേർന്നാണ്. കടയുടെ എതിർവശത്തുള്ള 4 സ്റ്റാർ ലക്കി സെന്ററിൽ നിന്ന് വിതരണം ചെയ്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചതെങ്കിലും 2 വിൽപ്പനക്കാരുടെ കൈമറിഞ്ഞാണ് വിശ്വനാഥന്റെ കയ്യിൽ ഭാഗ്യ നമ്പർ എത്തിച്ചേർന്നത്. വിളക്കുടി മിച്ചഭൂമി സ്വദേശി ഷെരീഫ് മറ്റൊരാളിൽ നിന്നും വിൽക്കാൻ വാങ്ങിയ ടിക്കറ്റാണ് മുൻ പെയിന്റിംഗ് തൊഴിലാളിയുടെ തലവര മാറ്റിമറിച്ചത്. 3 പെൺമക്കളുടെ വിവാഹം നടത്തിയതടക്കം ഇപ്പോഴും നല്ലൊരു തുക വിശ്വനാഥന് കടമുണ്ട്. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത വിശ്വനാഥന് ആദ്യം കടം തീർക്കണം. പിന്നെ സ്വന്തമായി അല്പം ഭൂമിയും തലചായ്ക്കാൻ ഒരു വീടും വേണം. കടത്തിന്റെ പേര് ഭയങ്കര പ്രാരാബ്ദത്തിൽ ഭയങ്കരമായിട്ട് വിഷമത്തിലിരിക്കുക. വാടകയ്ക്ക് താമസം 3 പെൺപിള്ളേരായിരുന്നു, 3 പേരെ അയച്ച് അതിന്റെ കടങ്ങളെ ബാധ്യതകൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ദൈവം ഈ ഒരു രീതിയിലേക്ക് അനുഗ്രഹിച്ചത്. VHCL ക്ലാസ് 4 ജീവനക്കാരിയായ സരോജിനിയാണ് ഭാര്യ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നരിക്കൽ സ്വദേശിയായ ജീപ്പ് ഡ്രൈവറെ പുനലൂരിലെ ഓട്ടോ തൊഴിലാളികൾ പിന്തുടർന്ന് സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. സമാന്തര സർവീസ് നടത്തിയെന്നാരോപിച്ചായിരുന്നു പരാതി. പുനലൂർ പോലീസിൽ പരാതി നൽകി. നരിക്കൽ സ്വദേശി രാജീവാണ് പരാതിക്കാരൻ. പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ജീപ്പിൽ 2 പേർ കയറിയത് ചോദ്യം ചെയ്ത് ചില ഓട്ടോ തൊഴിലാളികൾ മർദ്ദിക്കുകയായിരുന്നുവത്രേ. പുനലൂരിൽ നിന്ന് നരിക്കലിലേക്ക് സമാന്തര സർവീസ് നടത്തിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനമത്രേ. രാജീവ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പോസ്റ്റ് ഓഫീസിൽ അവിടെ വെച്ച് 2 പേര് കൈയണിച്ചു വീട്ടിലുള്ള അടുത്തുള്ളവർ. അന്നേരം വണ്ടി ഞാൻ നിർത്തി അവർ വാഹനത്തിൽ കയറിയപ്പോൾ പിന്നെ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് വണ്ടിക്ക് കുറുക്ക് വെച്ചിട്ട് പറഞ്ഞു ആളെ കയറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞു ട്രിപ്പ് അടിക്കുന്ന വണ്ടിയല്ല ഇത്, എൻ്റെ സ്വന്തം വണ്ടിയാണ്, ട്രിപ്പ് അടിക്കുന്ന വണ്ടിയല്ല, സ്വന്തം വണ്ടിയാണ്. ആളെ കൊണ്ട് ഞാൻ എൻ്റെ അടുത്തുള്ള അന്നേരം ആ ചേട്ടനും പറഞ്ഞ് ഇത് സ്വന്തം വണ്ടിയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി എടുത്ത് മുന്നോട്ട് പോയ സമയത്ത് ആ ചേട്ടൻ്റെ ഒരു സഹോദരിയാണെന്ന് തോന്നുന്നു അവിടെ പിന്നെ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന മോനെന്ന് വെച്ചു. നമ്മൾ ചേച്ചി പോകാമെന്ന് പറഞ്ഞു. ആ ചേച്ചി കയറാൻ തുടങ്ങിയപ്പോൾ വേറെ അവന്മാർ ഫോണിൽ വിളിച്ചിട്ട് 3-4 ബൈക്കില്ലാത്ത അവന്മാർ വന്ന് എന്നെ മോന്തയ്ക്ക് ഇടിക്കുകയും പൊങ്ങായി കുത്തി പിടിക്കുകയും. ഞാൻ പിടിച്ച് തള്ളിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പം 3 ബൈക്കിൻ്റെ അകത്ത് അക്രമ സംഘമായിട്ട് 6 പേര് വന്ന് കല്ലടമുക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് വണ്ടി ക്രോസ് ചെയ്ത് ബൈക്ക് കയറ്റി വയ്ക്കുകയും എന്നെ ആക്രമിക്കുകയും കയ്യിലുള്ള വണ്ടിയിൽ സ്കൂളിൽ നിന്ന് കിട്ടിയ പൈസ 5000 രൂപയും ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് പോയിട്ട് വന്ന ഒരു 2600 രൂപ മൊത്തത്തിൽ 7600 പോവുകയും എനിക്ക് ശരീരത്തൊക്കെ ആകെപ്പാടെ ഇടിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓണം ഫെസ്റ്റിന്റെ വിമർശകർക്ക് മറുപടിയുമായി പുനലൂർ നഗരസഭ.
നഗരസഭയുടെ ഒരു ഫണ്ടും ഓണം ഫെസ്റ്റിനായി ചെലവാക്കുന്നില്ലെന്ന് വൈസ് ചെയർമാൻ എസ് ബിജു പറഞ്ഞു. കഴിഞ്ഞ 2 ഫെസ്റ്റുകളും വിജയിച്ച പശ്ചാത്തലത്തിൽ നഗരസഭ 3ാമത് ഫെസ്റ്റിന് തയ്യാറെടുക്കുകയാണ്. ഈ ഓണം ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് പുനലൂരിൽ രാഷ്ട്രീയ കാരണങ്ങളാലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ചില ആളുകൾ, എല്ലാവരും എന്ന് പറയാൻ കഴിയില്ല, UDFിലെ കക്ഷികളടക്കമുള്ള കക്ഷികളും അതിൻ്റെ നേതാക്കന്മാരും ഈ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നുണ്ട്. എന്നാൽ ചില തൽപര കക്ഷികൾ ഓണം ഫെസ്റ്റിവൽ ഏതോ വലിയ ദൂർത്താണ് എന്ന നിലയിലേക്ക് പ്രചരിപ്പിച്ചു വരുന്നുണ്ട്. ഒരു കാര്യമുള്ളത്, ഓണം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ഒരു നയാ പൈസ പുനലൂർ നഗരസഭയുടെ അക്കൗണ്ടിൽ നിന്ന് നാളിതുവരെ ചെലവഴിച്ചിട്ടില്ല. ഈ ഫെസ്റ്റിവലിനും ചെലവഴിക്കാനായി ഉദ്ദേശിക്കുന്നതുമില്ല. നഗരസഭാ ഓഫീസിന്റെ കാര്യാലയത്തിലെ അലങ്കാരങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഒരൊറ്റ പൈസയും ആ നിലയിൽ കണ്ടെത്തി നഗരസഭാ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്നതല്ല. അത് ഈ പട്ടണത്തിലെ വിവിധ ബാങ്കുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഈ ഫെസ്റ്റിവൽ നഗരിയിൽ എത്തിച്ചേരുന്ന കച്ചവട സ്ഥാപനങ്ങൾ, അവിടെ വരുന്ന അമ്യൂസ്മെന്റ് പാർക്കുകാർ, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ കഠിനാധ്വാനവും അവരുടെ സംഭാവനയുമാണ് പ്രധാനമായി ഇക്കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിത്യോപയോഗ സാധനങ്ങൾക്ക് അമിതവില. പത്തനാപുരത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന. ക്രമക്കേട് നടത്തിയ 8 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തു. 20,000 രൂപ പിഴ ചുമത്തി. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില വർധനയുള്ളത് പത്തനാപുരത്താണെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ഓണക്കാല വിപണിയിൽ കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിക്കപ്പെടുമെന്ന ആക്ഷേപത്തിന്റെയും രഹസ്യവിവരത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഉദ്യോഗസ്ഥ സംഘം സംയുക്ത പരിശോധന കർശനമാക്കിയത്. പത്തനാപുരത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നത് താലൂക്ക് വികസന സമിതി യോഗത്തിലടക്കം വലിയ വിമർശനത്തിനും ഏറെ ഒച്ചപ്പാടിനും ഇടയാക്കിയിരുന്നു. തുടർന്ന് താലൂക്ക് മോണിറ്ററിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. സിവിൽ സപ്ലൈസ്, റവന്യൂ, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ വകുപ്പുകളുടെ സംയുക്ത നേതൃത്വത്തിലായിരുന്നു പരിശോധന. കല്ലുംകടവ് മുതൽ നെടുമ്പറമ്പ് വരെയുള്ള മിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും മോണിറ്ററിംഗ് സെൽ പരിശോധന നടത്തി. ഹോട്ടലുകൾ, പച്ചക്കറി കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, മാർക്കറ്റ് എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. പരിശോധനയിൽ വിലവിവര പട്ടികയിലെ ക്രമക്കേടുകൾ, ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അളവുതൂക്ക വെട്ടിപ്പ് എന്നിങ്ങനെ 8ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 20,000 രൂപ പിഴയായി ഈടാക്കിയിട്ടുമുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് പരിശോധക സംഘം അറിയിച്ചു. ഇന്നത്തെ പരിശോധനയിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ എന്നീ വകുപ്പുകളും സിവിൽ സപ്ലൈസിനോടൊപ്പം ഉണ്ട്. അതിനകത്ത് പാലിന്റെ പാക്കറ്റിൽ 2 വില രേഖപ്പെടുത്തിയിരിക്കുന്നു. പാക്കിംഗ് ഡേറ്റ് ഇല്ല. കൂടുതലുണ്ട്. ഓണം പ്രമാണിച്ച് വരും ദിവസങ്ങളിലും താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ, പുനലൂര്, കുളത്തൂപ്പുഴ, കുന്നിക്കോട് എല്ലാ ഭാഗങ്ങളിലും കവർ ചെയ്തുകൊണ്ടുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടക്കുന്നത്. ഡെപ്യൂട്ടി തഹസീൽദാർ AK മോനച്ചൻ, താലൂക്ക് സപ്ലൈ ഓഫീസർ ഷാജി K ജോസ്, ജോൺ തോമസ്, അനിൽകുമാർ, പ്രീത എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്തും കോന്നിയിലും കയർ വകുപ്പിന്റെ പുതിയ ഷോറൂം അനുവദിക്കുമെന്ന് റവന്യൂ കയർ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ്. പത്തനാപുരത്ത് കയർ ഉൽപ്പന്നങ്ങളുടെ ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനാപുരത്തും കോന്നിയിലും സ്ഥിരമായി കയർ കോർപ്പറേഷന്റെ ഓരോ നമ്മുടെ ഷോറൂമുകൾ സ്ഥിരം സംവിധാനം എന്നുള്ള നിലയിൽ തുടക്കം കുറിക്കുന്നതാണ് എന്ന് ഈ അവസരത്തിൽ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. വരുന്ന ഡിസംബറിൽ എന്ന് വെച്ചാൽ ഈ വരാൻ പോകുന്ന ഡിസംബറോടുകൂടി ഞങ്ങൾ ആധുനികമായ സംവിധാനങ്ങളോടുകൂടി നമ്മുടെ തൊട്ടടുത്താണ് ഏനാദിമംഗലത്തെ കിൻഫ്ര പാർക്കിൽ ഏതാണ്ട് 10 ഏക്കർ സ്ഥലമെടുത്ത് 40 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. കയർ കോർപ്പറേഷന്റെ അധീനതയിൽ പത്തനാപുരം കേന്ദ്രമാക്കി ഒരു സ്ഥിരം ഷോറൂം അനുവദിക്കണമെന്ന സ്ഥലം MLA KB ഗണേഷ് കുമാറിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് പത്തനാപുരത്ത് ഷോറൂം അനുവദിക്കുമെന്ന് ഉറപ്പു നൽകിയത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ കയർ മേഖല മുന്നേറ്റത്തിലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആധുനിക മാർഗങ്ങളിലൂടെ ആഭ്യന്തര ഉൽപാദനവും കയറ്റുമതിയും വൻതോതിൽ വർദ്ധിപ്പിച്ചതായും അടൂർ പ്രകാശ് പറഞ്ഞു. തൊഴിലാളികളുടെ അധ്വാനശേഷി കുറച്ചെടുത്തുകൊണ്ട് അത് മെക്കനൈസേഷനിലേക്ക് കടന്നുപോയിക്കൊണ്ട് ഉൽപാദനം കൂടുതൽ ഉണ്ടാക്കിയെടുക്കുവാനും കയറ്റുമതി രംഗത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വിപണിയിലാണെങ്കിലും ഇന്നത്തെ ഉൽപാദനം ഇരട്ടിയിലധികം ആക്കിയെടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കപ്പെടുവാൻ വേണ്ടിയുള്ള നടപടികളുമായി
ഈ കയർ വ്യവസായ രംഗത്ത് മുൻപോട്ട് പോവുകയാണ് എന്ന് മാത്രം. ഏനാദിമംഗലം കിൻഫ്ര പാർക്കിൽ 40 കോടി രൂപ മുതൽ മുടക്കിൽ കയർ ഉൽപ്പന്ന ഫാക്ടറി തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ ബാബാ സാഹിബ് സ്ക്വയറിലാണ് കയർ കോർപ്പറേഷന്റെ അധീനതയിൽ ഓണം വിപണന മേളയ്ക്ക് തുടക്കം കുറിച്ചത്. പത്തനാപുരം എംഎൽഎ കെ വി ഗണേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഭരണനിർവഹണ രംഗത്തെ പോരായ്മകളാണ് പല വകുപ്പുകളുടെയും തകർച്ചയ്ക്ക് കാരണമെന്ന് ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. കയർ കോർപ്പറേഷൻ ചെയർമാൻ KR രാജേന്ദ്ര പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാസി നായർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഫാത്തിമ ഖാൻ, കയർ കോർപ്പറേഷൻ MD GN നായർ, ഹരിപ്രകാശ്, കുളക്കട രാജു, BP റഷീദ്, ഡോക്ടർ KR അനിൽ, ഡോക്ടർ K മദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജനപ്രതിനിധിയായും രാമായണ പാരായണ വിദഗ്ധയായും തിളങ്ങുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ലതാസി നായരെ കുറിച്ച് പത്തനാപുരം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. സങ്കടമേതും വരികയുമില്ലല്ലോ, പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൾ. പത്തനാപുരത്തുകാർ ആത്മീയ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ കാണുന്ന പെൺമുഖമാണിത് ലതാസി നായർ. പത്തനാപുരത്തു നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം. അമ്പലങ്ങളിലും വീടുകളിലുമൊക്കെ രാമായണ പാരായണക്കാരിയുടെ വേഷവും ലതയണിയുന്നു. പിന്നിട്ട് അയോധ്യാപുരി പൊക്ക് താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും പ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും. രാഷ്ട്രീയം വൈകി വന്ന കളിക്കളമാണ്. ഭക്തിയും രാമായണ പാരായണവുമൊക്കെ 14 വയസ്സ് മുതലേ കൂടെയുണ്ട്. കർക്കിടക മാസമായാൽ ലത ഏറെ തിരക്കിലാവും. ക്ഷേത്രങ്ങളിലൊക്കെ പോയി രാമായണം വായിക്കണം. അതുകൊണ്ട് പക്ഷേ പൊതുരംഗത്തെ സാന്നിധ്യം കുറയ്ക്കാനും പറ്റില്ല. ഭക്തിയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ തനിക്ക് ഇത് പ്രയാസമുള്ള കാര്യമല്ലെന്ന് ലത പറയും. ഭക്തി മനസ്സിലുള്ളത് കൊണ്ട് രാഷ്ട്രീയത്തെ ഒരു സംശുദ്ധമായി കൊണ്ടുപോകാൻ സാധിക്കുന്നു. പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നതിനും ദൈവത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനമായതുകൊണ്ട് അതിനകത്തൊരു കളങ്കം ചാർത്താൻ ഒരിക്കലും സാധിക്കത്തില്ല. ഇത് രാഷ്ട്രീയവുമായിട്ട് ഇത് കൂട്ടിക്കലർത്തത്തില്ല. സമയം കണ്ടെത്തും, അതിനായി സമയം കണ്ടെത്തും. ഏറ്റവും ഭക്തിയിലൂടെയാണ് ഞാൻ രാഷ്ട്രീയത്തിലോട്ട് എത്തിയത്. അപ്പോൾ ഭക്തിക്ക് മുൻഗണന, രാഷ്ട്രീയത്തിനും ഒപ്പം തന്നെ മുൻഗണന കൊടുത്ത് മുന്നോട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ഭാഗവതം, രാമായണം തുടങ്ങിയ മഹത് ഗ്രന്ഥങ്ങൾ വഴി ആത്മീയതയിൽ അഭിരമിച്ച ലതയ്ക്ക് രാഷ്ട്രീയം വിടേണ്ടി വന്നാലും ഭക്തി വിടാനാവില്ല. വിദ്യാർത്ഥിയായിരിക്കെ ആത്മീയ ദാർശനിക മത്സരങ്ങളിൽ ധാരാളം സമ്മാനങ്ങൾ നേടി. ഈ രംഗത്തെ ലതയുടെ മികവ് തിരിച്ചറിഞ്ഞ വിശ്വാസികൾ ക്ഷേത്രങ്ങളിലേക്കും വീടുകളിലേക്കും വിളിച്ചു തുടങ്ങി. ഇപ്പോൾ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിലെ പതിവ് പാരായണ വിദഗ്ധയാണ് ലത. സ്ഥിരമായിട്ട് അമ്പലങ്ങളിൽ പോയി വായിക്കുക, അതുപോലെ മാസവായനകൾ വീടുകളിലുണ്ടാകുകയും അതുപോലെ വീടുകളിലെ പാലുകാച്ചൽ സംബന്ധമായുള്ള വായനകളിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും പ്രേരണ ചെറുപ്രായത്തിൽ മുതലേ ഉണ്ടായിരുന്നു. അത് പാരായണത്തോടല്ല, ദൈവഭക്തിയിലൂടെ ജീവിക്കാൻ ഞങ്ങൾ മക്കളെയൊക്കെ പഠിപ്പിച്ച അച്ഛനമ്മമാരാണ് ഉള്ളത്. അതുകൊണ്ട് ചെറുതിലെ മുതൽ പാരായണത്തോടും അതുപോലെ ഭക്തിപരമായ കാര്യങ്ങളിലേക്കും പ്രത്യേകതയുണ്ടായിരുന്നു. കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം, കേരള കോൺഗ്രസ് ബി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും ലത പ്രവർത്തിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്വാതന്ത്ര്യദിനത്തിലെ മതേതര സംഗമത്തിന്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ കാൽനട ജാഥ സംഘടിപ്പിക്കുന്നു. പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 9-ന് തെന്മലയിൽ തുടങ്ങുന്ന ജാഥ 10-ന് കരവാളൂരിൽ സമാപിക്കും. ആഗസ്റ്റ് 15-ന് കൊല്ലത്ത് നടക്കുന്ന മതേതര സംഗമത്തിന്റെ പ്രചരണാർത്ഥമാണ് ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റി കാൽനട ജാഥ സംഘടിപ്പിക്കുന്നത്. ആഗസ്റ്റ് 9-ന് തെന്മലയിൽ തുടങ്ങുന്ന ജാഥ 10-ന് കരവാളൂർ വെഞ്ചമ്പിൽ സമാപിക്കുമെന്ന് ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് സെക്രട്ടറി ശരൺ ശശി ലൈവ് വാർത്തയോട് പറഞ്ഞു. ഡിവൈഎഫ്ഐ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ള ആശയം ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 9, 10 തീയതികളിൽ തെന്മലയിൽ നിന്ന് ആരംഭിച്ച് കരവാളൂർ വെഞ്ചേബിൽ സമാപിക്കുന്ന ഒരു കാൽനട പ്രചരണ ജാഥ നടക്കുകയാണ്. തെന്മലയിൽ തുടങ്ങുന്ന കാൽനട ജാഥ ജില്ലാ ട്രഷറർ R രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വെഞ്ചേബിൽ നടക്കുന്ന സമാപനം ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി G മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആഗസ്റ്റ് 15-ന് കൊല്ലത്ത് നടക്കുന്ന മതേതര സംഗമം CPM പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കല്യാണ മുടക്കികൾക്ക് താക്കീതായി അവിവാഹിതരുടെ ഫ്ലെക്സ് ബോർഡ് പ്രതിഷേധം. പത്തനാപുരം വാഴത്തോപ്പിലെ ഒരുപറ്റം ചെറുപ്പക്കാരാണ് പരദൂഷണക്കാർക്കെതിരെ രംഗത്ത് വന്നത്. വാഴത്തോപ്പ് പ്രദേശത്തെ യുവാക്കൾ പ്രതിഷേധത്തിലാണ്. കല്യാണ മുടക്കികൾ പ്രദേശത്ത് സജീവമായതിനാൽ പലരുടെയും വിവാഹം മുടങ്ങുന്നു. നുണ പറഞ്ഞും പാരവെച്ചും കല്യാണം മുടക്കുന്നവർക്കെതിരെ ശക്തമായ താക്കീതും പരിഹാസവും ഉയർത്തി ഒരുപറ്റം അവിവാഹിതരായ യുവാക്കളാണ് ഫ്ലെക്സ് ബോർഡിലൂടെ പ്രതിഷേധമുയർത്തിയത്. വാഴത്തോപ്പ് പ്രദേശത്തെ യുവാക്കളുടെ കല്യാണം സ്ഥിരമായി മുടങ്ങിയതോടെ ഇരകളായവർ പതിവായി കല്യാണം മുടങ്ങുന്നതിന്റെ കാരണം അന്വേഷിച്ചിറങ്ങി. അന്വേഷണത്തിനൊടുവിൽ ഇതിനെല്ലാം പിന്നിൽ പ്രദേശവാസികളായ ചില പരദൂഷണക്കാരാണെന്ന് തിരിച്ചറിഞ്ഞു. വിവാഹാലോചനകൾ മുടക്കാനായി പകൽമാന്യന്മാരായ ഒരു
പ്രത്യേക സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവിവാഹിതർ തിരിച്ചറിഞ്ഞു. പെൺവീട്ടുകാർക്ക് മുന്നിൽ അപവാദങ്ങൾ പറഞ്ഞ് വിവാഹം മുടക്കുകയാണ് പതിവ് ശൈലി. ഊമക്കത്തുകളും അജ്ഞാത ഫോൺ സന്ദേശവുമെല്ലാം ഇതിനായി വിവാഹം മുടക്കികൾ ഉപയോഗപ്പെടുത്താറുണ്ട്. കല്യാണ മുടക്കികളെ ഫ്ലെക്സ് ബോർഡിലൂടെ നന്നായി പരിഹസിക്കുന്നതിനൊപ്പം ഇത്തരക്കാരെ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. സൽസ്വഭാവികളും വിദ്യാസമ്പന്നരുമായ യുവാക്കൾ വിവാഹം മുടക്കികളുടെ ഇരകളായി തീർന്നതോടെയാണ് ഒരുപറ്റം ചെറുപ്പക്കാർ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ആക്ഷേപിക്കാൻ ഇത്തരം രീതികൾ അവലംബിക്കാറുണ്ടെങ്കിലും സാമൂഹ്യ വിരുദ്ധന്മാരെ ചോദ്യം ചെയ്തുകൊണ്ട് അവിവാഹിതരായ ചെറുപ്പക്കാർ രംഗത്തു വന്നത് ശ്രദ്ധേയമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്ലാച്ചേരിയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രേരണാക്കുറ്റത്തിന് ഭാര്യയും ഭാര്യാമാതാവും പുനലൂർ പോലീസിന്റെ പിടിയിൽ. പുനലൂർ നഗരസഭയുടെ 7 നില ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് കക്കൂസ് മാലിന്യം പൊട്ടിയൊലിച്ചിട്ടും നഗരസഭ നടപടിയെടുത്തില്ലെന്ന് ആരോപിച്ച് തുടർച്ചയായി 2ാം ദിവസവും സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രക്ഷോഭം നടത്തി. പത്തനാപുരത്തും കോന്നിയിലും കയർ വകുപ്പിന്റെ പുതിയ ഷോറൂം അനുവദിക്കുമെന്ന മന്ത്രി അടൂർ പ്രകാശ്. കയർ ഉത്പന്നങ്ങളുടെ ഓണം വിപണനമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനാപുരത്ത് നടന്നു. പത്തനാപുരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന. ക്രമക്കേട് നടത്തിയ 8 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.